ഒരിക്കൽ ഒരു ചെറുപ്പക്കാരന് അവൻ്റെ ലവ് അഫെയർ ബ്രേക്കപ്പ് ആയതിൻ്റെ വേദന പറയുകയാണ്. അവൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടമായിരുന്നു, വളരെ സീരിയസ് ആയിരുന്നു. ഞങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞു, അവരും താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കുട്ടി ആ ബന്ധത്തിൽ നിന്നും പിന്മാറുന്നു. അതിലവൻ ആകെ തകർന്നു പോയൊരവസ്ഥയിലാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. സംസാരിച്ചപ്പോൾ മനസ്സിലായി, ഇവൻ ഒരു വളരെ കൺട്രോളിങ് നേച്ചറുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അവൻ വിളിക്കുമ്പോഴൊക്കെ അവൾ ഫോൺ എടുക്കണം, അവൻ ഇഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ, വളരെ നിബന്ധനകളാണ്. അതുപോലെ മറ്റ് ബോയ്സുമായിട്ടൊന്നും അധികം ഫ്രണ്ട്ഷിപ്പ് പാടില്ല. ഇതിനെല്ലാം അവൻ അവൻ്റെതായ കാരണവും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഈ പെൺകുട്ടിക്ക് തോന്നി അവളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ അതൊക്കെ അതേപോലെ അവൾ ഫോളോ ചെയ്തു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിക്ക് അതൊരു ഭയങ്കര വീർപ്പുമുട്ടലായിട്ട് മാറി. അങ്ങനെ അവസാനം അവൾ ആ ബന്ധത്തിൽ നിന്ന് അങ്ങ് പിന്മാറുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ളൊരു നേച്ചർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് എപ്പോഴും ടോക്സിക് ആയിട്ട് മാറും. ഇങ്ങനെയുള്ള ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ അത് മിസറബിൾ ആയിരിക്കും. അപ്പോൾ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരു നല്ല കൗൺസിലിംഗ് ഹെൽപ്പിന് പോകേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് നമ്മൾ പിന്മാറുന്നതാണ് ജീവിതത്തിൽ സ്വസ്ഥമായി പോകുന്നതിന് സഹായിക്കുന്നത്.